ഇത് 2018 വണ്ടിയാണ്. 18 പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല കണ്ടീഷനാണ്. ഇത് 2013 വണ്ടിയാണ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഫുൾ പേപ്പർ എടുത്ത് നമുക്ക് ഒരു 1.35 കൊടുക്കാം. അത് 2018 തന്നെയാണ്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 2026 ജനുവരി വരെ പേപ്പറുണ്ട്. പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടയർ ഫ്രണ്ട് 2 പുത്തനാണ്. അത് 2013 അല്ല 14 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും പുതിയ ടെസ്റ്റാണ്. കഴിഞ്ഞ ശനിയാഴ്ച ടെസ്റ്റ് കഴിഞ്ഞതായിരുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. വെള്ളിമൂങ്ങയുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ശബരി ഓട്ടോസിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഒരു 10-15 വണ്ടിയോളം വന്ന് കിടപ്പുണ്ട്. വെള്ളിമൂങ്ങയായിട്ടും ജീത്തുമായിട്ടും നോക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ ജയണം വന്നിട്ടുണ്ട്. ജയണം മുന്നോട്ടേക്ക് ഇത്തിരി കൂടി അന്ന് നല്ല പൊക്കോട് കുറച്ചുകൂടി ബാക്കിലെടുത്തു. ഓക്കെ. ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ പ്രമാണിച്ചുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു സാധാരണ അണ്ണം പറയുന്നത് ക്വാളിറ്റി കൂടുന്നതിൻ്റേതായ വില കൂടുതൽ ഇന്നുണ്ട്. ഇപ്പം 2025 ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ വില കൊടുക്കാൻ പോകുന്നത്? ആദ്യത്തെ ഏറ്റവും കുറഞ്ഞു കിടക്കുന്ന ഒരു വണ്ടിയുടെ വില പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? ഏറ്റവും കുറഞ്ഞു കിടക്കുന്ന 2013 വണ്ടിയാണ്. അത് 1.45 പുതിയ ടെസ്റ്റാണ്. ഓക്കെ. 1.45 ആ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ കുറയുമോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാനും പറയും നല്ല ക്വാളിറ്റിയാണ്, നല്ലപോലെ വർക്ക് ചെയ്താണ് ഇടുന്ന വണ്ടികൾ എന്നുള്ള രീതി ഞാനും പറയും. പക്ഷേ നമ്മൾ എങ്ങനെ പറഞ്ഞാലും വില കൂടുതൽ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 25 അപ്പോൾ വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം. അല്ല, സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ അത് നല്ല രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിലയാവും. ഒരു ആവറേജ് രീതിയിൽ തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ആയിട്ട് പറയും. അത് പണിയാതെ ഒരു വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ 4 അന്ന് ഇവിടെ കൊണ്ടുവന്ന് ചീത്ത വിളിക്കാനും അടിക്കാനും വെട്ടാനും കുത്താനും നമ്മൾ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ സനുവേ നമുക്കൊരിക്കലും ഒരു ഇപ്പോൾ നീ എൻ്റെ ഒരു വണ്ടി എടുത്തെന്ന് വെച്ചോ, അതെന്തെങ്കിലും മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമർ വരുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവർ അത് റിയാക്ട് ചെയ്യുമ്പം നമ്മളെ ബിസിനസ്സിന് അത് നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ ഒരു പാർട്ടി കൊടുക്കുന്ന കണക്ക് എനിക്ക് ഒരിക്കലും കൊടുക്കാൻ തോന്നിയിട്ടില്ല, ഞാൻ കൊടുക്കുകയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് തരുന്ന വണ്ടികൾ, നമ്മളല്ല ഇദ്ദേഹം തരുന്ന വണ്ടികൾ ക്വാളിറ്റി ബേസ്ഡ് ആണ് തരുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത്രയും സർവീസ് ചെയ്ത് വർക്ക് ചെയ്തെടുക്കുന്നതിൻ്റെതായ ഒരു ഫിനാൻഷ്യൽ ഒരു പാർട്ടിയുടെ ഇപ്പോൾ ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറയാം, നിങ്ങൾ നോക്കി എടുത്തുകൊണ്ട് പോകണമായിരുന്നു, എനിക്ക് കൈമലത്താം. പക്ഷെ നമുക്കൊരു സ്ഥാപനമായിട്ടിരിക്കുമ്പം ഒന്നാമതെന്ന് പറഞ്ഞാൽ ഓട്ടോ ഫീൽഡാണ് എൻ്റെ. അപ്പോൾ ഒരു പാർട്ടി വരുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ കൈമലത്താൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുമില്ല. നമ്മളൊരു 100% എന്ന് പറയത്തില്ല, ഒരു 90% പണി ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്, പഴയ കടയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 400 മീറ്റർ മുമ്പോട്ടായെന്നേ ഉള്ളൂ. ഇതിപ്പം കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന്, അതായത് കൊല്ലം തിരുവനന്തപുരം റോഡാണ്, ഇത് NH ആണ് തൊട്ട് ഫ്രണ്ടിലുള്ള. അപ്പം കൊല്ലം തിരുവനന്തപുരം ജില്ല, അത് കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് വിളിച്ച് കൊല്ലം അവിടെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം പോകുന്ന വഴിക്ക് ഹൈവേയിൽ കല്ലുവാതുക്കൽ ജംഗ്ഷന്, കൊല്ലത്തു നിന്ന് പോകുമ്പോഴത്തേക്ക് കല്ലുവാതുക്കൽ എത്തുന്നതിന് ഒരു 1/2 കിലോമീറ്റർ ബാക്കിലായിട്ടും ചാത്തന്നൂരിൽ നിന്ന്, കൊല്ലം കഴിഞ്ഞിട്ട് ചാത്തന്നൂരിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മുമ്പോട്ടുമാണ് വരുന്നത്. ഇതിന് തൊട്ടടുത്ത് ജംഗ്ഷൻ വരുന്ന പിന്നെ പാരിപ്പള്ളി വരും. ഓക്കെ. അപ്പം സ്ഥലം മാറിയത് ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു തരാനും ഇല്ല. അല്ല, പിന്നെ രാജ് റെസിഡൻസി എന്ന് പറഞ്ഞ ബാറ് തൊട്ടപ്പുറം ആ വളവില്ല ബാറ്. അപ്പൊ ബാറ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ബാറിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന പിന്നെ ഇത് ആയിരുന്നു. അത് പിന്നെ ടൈൽസ് ആയിരുന്നു, അത് ക്ലോസ് ചെയ്ത് അതിന് തൊട്ടടുത്ത് അടുത്ത് തന്നെ. കേട്ടോ, നമ്മൾ സാധാരണക്കാർക്ക് ബാറായിരിക്കും എളുപ്പം അല്ലേ? ബാർ തന്നെ ആയിരിക്കും എളുപ്പം. അതുകൊണ്ട് ബാർ നോക്കി വന്നാൽ മതി. ബാറിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശബരി ഓട്ടോ സെല്ലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. ഇത് 2019 വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടിയാണ്. കമ്പനി പെയിൻ്റാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ ഓക്കെയാണ്. 1,06,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിക്ക് പറയുന്ന അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമ്മളതിൽ ഉള്ളതിലെ ഏറ്റവും പുതിയ വണ്ടിയാണ്.
2019 വണ്ടിയാണ് അപ്പോൾ ഏറ്റവും പുതിയത്. അതെ അതെ. ഓക്കെ, വണ്ടി തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ തന്നെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്, അങ്ങനെ വലിയ തുരുമ്പ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ആവറേജ് ടയേഴ്സ് ഉണ്ട്. ബാക്ക് ടയർ ആവറേജ്. സാധാരണ കൊടുക്കുന്ന ടയേഴ്സൊക്കെ നല്ല പുത്തൻ ടയർ പോലെയാണല്ലോ, ഇതെന്ത് പറ്റി ഇപ്പം ആവറേജിൽ കൊടുക്കുക? ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ്. ഓ, അങ്ങനെ ടൈപ്പാ. ഓക്കെ, റീപ്ലേസ് ആയിട്ട്, അതായത് ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 285 കൊടുക്കാം. 2019 വണ്ടി. 2019. പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. ഇത് 2013 വണ്ടിയാണ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഫുൾ പേപ്പർ എടുത്ത് നമുക്ക് ഒരു 135 കൊടുക്കാം. ഇത് 135. എന്തോ ഓടി 45 നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വണ്ടിയുടെ കാര്യം ഞാൻ ഓർത്തില്ല. 135 അപ്പോൾ ആദ്യം കിടക്കുന്നത്. അതെ. എന്തോ ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.5 കഴിഞ്ഞതാ. ഓക്കെ, വണ്ടിക്കകം കൊള്ളാം. ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തുരുമ്പ് ഒരു വണ്ടിയിലും നോക്കണ്ട. അല്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബാക്ക് സൈഡ് നോക്കിയാലും അതൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 1.35. പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം. ടയർ അത്യാവശ്യം ഉള്ളതാ, മണ്ണ് കൂട്ട് കിടക്കുന്നുണ്ട്. ഇത് ടയറുണ്ട്, വൃത്തിയുള്ള ടയേഴ്സ് ഉണ്ട്. വണ്ടി ഓവറോൾ ബോഡിയൊക്കെ നോക്കിയാലും വൃത്തിയുണ്ട് കാണാൻ. ഇത് 2018 വണ്ടിയാണ്. ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സനൂപേ, ഈ വണ്ടിയിൽ പുതിയ എഞ്ചിനാണ് ഇരിക്കുന്നത്. എഞ്ചിൻ മാറിയതാണ്. അതായത് 0 കിലോമീറ്റർ ഓടിയ വണ്ടിയത്. പുതിയ എഞ്ചിൻ വെച്ചിട്ട് പിന്നെ ഓട്ടോ ഒന്നുമില്ല, ഞാൻ വെച്ചതാ. ഇത് എഞ്ചിൻ പണിയായിട്ട് വന്നു. അങ്ങനെ കമ്പനിയിൽ നിന്ന് ഓഫർ കിട്ടി. 2 എഞ്ചിൻ ഞാൻ മേടിച്ചു. എഞ്ചിൻ പണിയുമ്പോൾ തന്നെ ആ പൈസയിൽ തന്നെ നമുക്കൊരു എഞ്ചിൻ കിട്ടി. അതുകൊണ്ട് നമ്മൾ പുതിയ എഞ്ചിൻ കയറ്റിയതാണ് ഇതിനകത്ത്. ഓക്കെ. അപ്പം ബാക്കി പിന്നെ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ ടെസ്റ്റ് ഫെബ്രുവരി വരെ ഉള്ളൂ. ഇതെല്ലാം ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫെബ്രുവരി വരെയുള്ള ടെസ്റ്റ് ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എത്ര ചോദ്യം? ഇത് 270 ആവും. 270. അത് വില കൂടുതലെന്ന് പറഞ്ഞാൽ കാരണം പുതിയ എഞ്ചിനാണ്. ആ ടയർ മാറി കൊടുക്കും. ടയർ മാറി കൊടുക്കും. അത് നമ്മൾ പണിഞ്ഞിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പെയിന്റൊക്കെ ഫുള്ളായിട്ട് പെയിന്റ് മാറിയല്ലേ? ഫുൾ പുതിയ പെയിന്റാണ്. പാച്ച് വർക്ക് 1 രൂപയുടെ പാച്ച് വർക്ക് ഇല്ല. എല്ലാ കാര്യങ്ങളും ചെയ്തതാ. മോശപ്പെട്ട ടയറുകൾ മാറിയേ കൊടുക്കത്തുള്ളൂ. ഇത് ലോണൊക്കെ ഇടുകയാണെങ്കിൽ എത്ര കിട്ടും? ഇത് ലോൺ ഏകദേശം ഇനിയിപ്പോൾ പുതുവർഷം ആണ്ട് അറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു 1.80 ആ റേഞ്ചിലൊക്കെ ലോൺ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അടുത്ത 2017 വണ്ടിയാണ്. ഇത് നമുക്ക് 1 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. 10 മാസം പേപ്പർ കിടപ്പുണ്ട്. ബാക്കി ടയർ 4 പുത്തൻ ടയറാണ്. ഇത് നമുക്കൊരു 220 കൊടുക്കാം. സെക്കൻഡ് ഓണറാണ്. 220. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ അല്ലേ? കിലോമീറ്റർ ജെനുവിനാണ്. 1.12 ഓടിയതാണ്. 1.12. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കൊള്ളാം. ഫ്ലോർ മാറ്റ് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഏത് വർഷമായിരുന്നു? 2017 ലാസ്റ്റ് ഉണ്ട്. 17. ഓക്കെ. ഡോർ പാഡും കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ എല്ലാം നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. നമ്മൾ മാറിയിട്ടിരിക്കുന്ന ടയറാണ്. ബാക്കി ഇപ്പം എല്ലാം മാറി വൃത്തിയാക്കി പേര് മാറി നമ്മൾ കൊടുക്കും. എത്ര? 220. ലാസ്റ്റ് ആണോ അത്? നമ്മൾ ഞാൻ ഒരു എല്ലാ കച്ചവടക്കാരെയും ശൈലിയിൽ ഞാൻ കച്ചവടം ചെയ്യത്തില്ല. കാര്യം നമ്മൾ ഓവറായിട്ട് പറഞ്ഞിട്ട് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടാനുള്ള ഏകദേശം വില പറയും. അതാണ് 220. ഇത് 2018 വണ്ടി തന്നെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പായത്. ഫസ്റ്റ് ഓണർ. ടയറുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മളിപ്പം പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് എടുത്തിട്ടില്ല? ഇല്ല. ഒരു പാർട്ടി വന്നിട്ട് ഒരു 5 ദിവസമെങ്കിലും കിട്ടിയാൽ അവർക്കത് പ്രയോജനപ്പെടത്തില്ലേ? ഒരു പാർട്ടി വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി GPS കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇൻഷുറൻസ് എടുക്കുക, ടെസ്റ്റ് ഫീസ് അടയ്ക്കുക, ടെസ്റ്റ് ചെയ്യുക. എത്ര ചോദ്യം? ഇത് വില എന്ന് പറഞ്ഞാൽ 255 ഫൈനൽ. നമുക്ക് എല്ലാം ഈ ടയർ 3 പിന്നെ 2 മോശമുണ്ട്, അത് മാറിക്കൊടുക്കും. ബാക്കി എല്ലാ ഭാഗങ്ങളും ചെയ്തു കൊടുക്കും.
ഇതിൻ്റെ ഈ ഞാൻ റീപ്ലേസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇല്ല 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 ഇല്ല. ഈ ടാറ്റ ഐറിസിന് പൊതുവെ ഫ്രണ്ട് ഗ്ലാസ് മാറാറ് പതിവുണ്ട്. കാര്യം അത് ഇപ്പോൾ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കല്ലടിച്ചും അല്ലാതെയൊക്കെ മാറുന്ന പരിപാടികളുണ്ട്. ഈ ടയർ മൊട്ടയാണല്ലേ? അത് മാറിക്കൊടുക്കും. ഇതിൻ്റെ ടയർ മാറാനുണ്ട്. ഇത് 2018 പ്രൈവറ്റ് ജീത്തോയാണ്. ഇത് 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് പിന്നെ ഈ എൻജിൻ പണിഞ്ഞ വണ്ടിയാണ്, എല്ലി ബെയറിങ് മാറിയ വണ്ടിയാണ്. 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. വണ്ടി സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണോ? ആ, ജെന്യൂനാണ്. ഇത് കമ്പനിയിൽ ഇപ്പം 10,000 കിലോമീറ്റർ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. സീറ്റ് കവർ നോക്കിയാലും ഫ്ലോർ മാറ്റ് നോക്കിയാലും ഒക്കെ നല്ല വൃത്തി മെനയുണ്ട് വണ്ടി കാണാൻ. സീറ്റ് കീറിയിട്ടോ അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലോറ് നോക്കിയാലും തുരുമ്പൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 335. ജീത്തോയ്ക്ക് വില കൂടുതലാണ്. ജീത്തോയ്ക്ക് പൊതുവേ വില കൂടുതലല്ലേ. 4 പുത്തൻ ടയറാണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ നീറ്റാണ്. അതേപോലെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ, ബോഡിയിൽ നോക്കുമ്പോൾ അറിയാമല്ലോ, റീപ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് 4 പുത്തൻ ടയറാണ്. ഈ കിടക്കുന്ന സ്റ്റെപ്പിന് പഞ്ചറായപ്പോൾ മാറ്റിയിട്ടതാണ്. 4 പുതിയ ടയറാണ്. പുതിയ ടയറാണ്. ആ, പുത്തൻ ടയറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 12 15 കൊണ്ട് ഓടിയതാ. ആ. ഇത് മൈലേജ് എന്താ കാണും? മൈലേജ് 30-നടുത്ത് മൈലേജ് കിട്ടും. ഡീസലിൽ 30 മൈലേജിനടുത്ത് കിട്ടും. സീറ്റ് കവർ 25 പക്കായിട്ടും കിട്ടും. 25 കിട്ടും അല്ലേ? ആ, പക്ക കിട്ടും. 25 to 30 ഈ വണ്ടി എല്ലാത്തിനും കിട്ടുന്നത്. ഓക്കെ. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ് നോക്കിയാൽ അതും വൃത്തിയായിട്ടിരിക്കുകയാണ്. വണ്ടിക്കകം ഓവറോൾ വൃത്തിയുണ്ട്. ബാക്ക് സൈഡ് സീറ്റ് ചെറിയ കീറലുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 360 നമ്മൾ ചോദിക്കുന്നത്. 22 മാസം ടെസ്റ്റ് കിടപ്പുണ്ട്. റീപ്ലേസ് ഇല്ല. 4 പുതിയ ടയറുണ്ട്. ഇൻഷുറൻസ് ആഗസ്റ്റ് വരെ ഉണ്ട്. ഫുള്ള് വണ്ടി കണ്ടീഷനാണ്. അത് 2018 തന്നെയാണ്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 2026 ജനുവരി വരെ പേപ്പറുണ്ട്. പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടയർ ഫ്രണ്ട് 2 പുത്തനാണ്, ബാക്കിൽ ആവറേജ് ടയറാണ്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി നമുക്ക് 3,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 3,500. ആ. എന്ത് ഓടി? ഇത് 22,000 കിലോമീറ്റർ ആയിട്ടുള്ള എഞ്ചിൻ പണിഞ്ഞിട്ട്. 1 ലക്ഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പണിഞ്ഞ്. ആ, അത് പാർട്ടി തന്നെ പണിഞ്ഞാൽ, ഞാൻ പണിഞ്ഞല്ല. പാർട്ടി തന്നെ ചെയ്ത്. ആ. ഓക്കെ. വണ്ടി കാണാൻ നല്ല വൃത്തിയൊക്കെ തന്നെയാണ്. ഫ്ലോറ് നോക്കിയാലും തുരുമ്പൊന്നുമില്ല. ആ രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ അതൊക്കെ കൊള്ളാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഫ്ലോറ് ഓക്കെ. ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 350 നമുക്ക് പേര് മാറി കൊടുക്കാം. 350. ഇത് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. ബാക്ക് ടയർ ആവറേജാണ്. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. 11 മാസം ടെസ്റ്റ് കിടപ്പുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുതിയ ടയറാണ്. പിന്നെ വണ്ടി ഭാഗങ്ങൾ യാതൊരു കുഴപ്പമില്ല. എൻജിൻ സൈഡ് പിന്നെ മെക്കാനിക്കൽ സൈഡ് ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടി ഓവറോൾ നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്. ആ, അതെ. വണ്ടിക്കകവും കാണാനൊക്കെ നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 235 നമ്മളെ ചോദ്യം. 235. പുതിയ ടയറാണ്. 100 കിലോമീറ്റർ ഓടാത്ത ചോദ്യങ്ങൾ ഞാൻ നേരത്തെയും ചോദിച്ചു. ഈ ചോദിക്കുന്ന തുക ലാസ്റ്റ് പ്രൈസ് ആണോ അതോ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്? വളരെ ചെറിയ രീതിയിൽ. 2013 വണ്ടി തന്നെയാണ് ഇത്. ഇത് ഞാൻ പറഞ്ഞ 145, 4 പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ്, ഇതെല്ലാം കയറി കിടക്കുന്ന വണ്ടിയത്. ബക്കറ്റ് സീറ്റാണ്. സീറ്റ് ഇത്തിരി മോശമാണ്. അല്ലെ ആ സീറ്റ് വേണമെങ്കിൽ മാറി കൊടുക്കാം. സീറ്റ് കവർ അല്ലേ? അതെ. വണ്ടിക്കകം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് നോക്കിയാൽ സീറ്റ് കവറിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. ടോപ്പൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കിലോമീറ്റർ എത്ര? ഇത് 140 കൊണ്ട് ഓടിയതാണ്. 140. ജനുവൻ കിലോമീറ്റർ ഒക്കെ തന്നെ. കിലോമീറ്റർ ജനുവൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കൂടും.
ഇത് 2014 പ്രൈവറ്റ് വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പാച്ച് വർക്കോ കാര്യങ്ങളോ യാതൊന്നുമില്ല. ഇതിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്ന 1.5 രൂപയാണ്. 1.50. 1.50. ആ, ഞാൻ വിചാരിക്കുന്നത് 80,000 ഇല്ല, 1.50. ഇതിന്റെ സീറ്റ് കവർ മോശമാണല്ലോ. ഇതിന് 4 സീറ്റ് വണ്ടിയാണ്. ഇതിന് അലോഡല്ല. അത് അലോഡല്ല. അല്ലല്ല, ഇതിന് വേണമെങ്കിൽ സീറ്റ് വെച്ച് കൊടുക്കാൻ പറ്റും. ബാക്കൊക്കെ കൊള്ളാം, നല്ല വൃത്തിയാണ്. ഫ്ലോർ നോക്കിയാലും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഈ ചരിച്ചിട്ടേക്കുന്ന സീറ്റ് അല്ലേ, ആ, അത് സീറ്റ് കവർ ചെയ്ത് പറയാനുണ്ട്. പൊതുവെ ഫ്രണ്ട് സീറ്റ് ഇല്ലാത്തവർ ഇങ്ങനെ ഒരെണ്ണം വയ്ക്കാറ് പതിവുണ്ട്. ഓക്കെ, എത്രയായിരുന്നു? 1.50. 1.50. ആ, ഇത് 2016 തന്നെ, സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും 10-11 മാസം പേപ്പറുണ്ട്. കമ്പനി ടയറാണ് കിടക്കുന്നത്. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇത്. ഇത് ചെറിയൊരു പെയിന്റ് വർക്ക് ഉണ്ടല്ലോ കേട്ടോ, ഈ ബാക്കിൽ ചെറിയൊരു പെയിന്റ് വർക്ക് ഉണ്ടല്ലോ. ആ, പെയിന്റ് പോയതെന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത് ക്യാമറ കണ്ട് എടുത്തിട്ടപ്പോൾ പോയതാണ് വണ്ടി. അല്ലാതെ പെയിന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത വണ്ടി. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 2.35 തന്നെ. എന്ത് ഓടി? ഇത് 85. 85,000. ആ, അതെ. വണ്ടി കൊള്ളാം. വണ്ടി നല്ല പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് നോക്കിയാലും നല്ല വൃത്തിയായിട്ടുണ്ട്. ഫ്ലോർ നോക്കിയാലൊക്കെ നല്ല വൃത്തിയാണ്. ഓവറോൾ വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ. ഇത് ലോണൊക്കെ എത്ര വർഷം കിട്ടും? ഇതൊക്കെ 3 വർഷം ലോൺ കിട്ടും. 3 വർഷം കിട്ടും. ഒരു എത്ര രൂപ കൊണ്ടുവന്നാൽ നമുക്ക് ഇറക്കാം? ഇതൊക്കെ 10-80 രൂപയോളം വേണ്ടി വരും. 80. ആ, അത് 2013 അല്ല 14. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും പുതിയ ടെസ്റ്റാണ്. കഴിഞ്ഞ ശനിയാഴ്ച ടെസ്റ്റ് കഴിഞ്ഞതായത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച. ആ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. കാണാനൊക്കെ കൊള്ളാം. ഒരു വെറൈറ്റി കളർ, ചന്ദന കളറിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്കായാലും ഫ്രണ്ടായാലും ഒക്കെ വൃത്തിയുണ്ട്. പുതിയ പെയിൻറ്റ് എല്ലാം ചെയ്തതാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊക്കെ വൃത്തിയുണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയറേ ഉള്ളൂ. ഫ്രണ്ട് എത്രയാ ചോദിക്കുന്നത്? ചോദ്യം എത്രയാ ചോദ്യം? ഇത് നമുക്ക് 1.25 ചോദ്യം. 1.25. അതെ. ഇത് 2018 വണ്ടിയാണ്. 18 പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല കണ്ടീഷനാണ്. ഇത് നമുക്ക് 2.50 കൊടുക്കാൻ പറ്റും. എന്ത് ഓട്ടം? ഓട്ടം 1-അടുത്താവുന്നു. 98 കണ്ട. 98. അതെ. വണ്ടിക്ക് നല്ല വൃത്തിയായിട്ട് സർവീസ് ചെയ്ത് പെയിൻറ് ചെയ്ത് പോളിഷ് ചെയ്ത് സർവീസ് ചെയ്ത് അടി പെയിൻറ് ചെയ്ത് എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുമോ? അല്ല, ഇതുവരെ കണ്ട വണ്ടികളിൽ വെച്ചേ ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടി ഇതാ. ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൊടി പോലും ഇല്ലാത്ത രീതിക്ക്. ഇവിടെ ആകുമ്പോൾ വലിയ പൊടിയില്ലടേ. വണ്ടി ഓരോ കൊള്ളാം. നല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ടയേഴ്സ് നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയറും പുത്തൻ ടയറാണ്. എത്ര ചോദ്യം? ഇത് 2.5 ലക്ഷം രൂപ. 2.5 ലാസ്റ്റ് പ്രൈസ്. യെസ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു 1.40, 1.45 തുടക്കം പറഞ്ഞെങ്കിലും 1.30, 1.35 തൊട്ടുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.